ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈനറ്റിക്സ് ഓഫ് ഫാസ്റ്റ് റിയാക്ഷൻസ് ആണ്. അതിൽ റിലാക്സേഷൻ മെത്തേഡും അതുപോലെ തന്നെ മോളിക്കുലാർ ബീംസും. എന്താണ് ഫാസ്റ്റ് റിയാക്ഷൻസ് എന്നുള്ളതാണ്. കെമിക്കൽ റിയാക്ഷൻസ് അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് 10⁻⁰നും 10⁻11നും ഇടയ്ക്ക് വരുമ്പോൾ ആ റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാസ്റ്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്താണ്, വെരി ഹൈ ആയിരിക്കും. അപ്പം അതിൻ്റെ റിയാക്ഷൻ എന്താണ്, റേറ്റ് വളരെ ഹൈ ആകുമ്പം റിയാക്ഷൻ വെരി ഫാസ്റ്റ് റിയാക്ഷൻസ് ആണ് നമുക്ക് പറയാം. അതേപോലെ തന്നെ അവർക്ക് വെരി ഷോർട്ട് ഹാഫ് ലൈഫ് ആണ്. 10⁻⁻1 to 10⁻⁻15 റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് വന്നിട്ടുള്ളത്. ദേ ആർ സോ ഫാസ്റ്റ് ദേ ഒക്കർ ആസ് സൂൺ ആസ് ദ റിയാക്ടൻസ് ആർ ബ്രോട്ട് ടുഗെദർ. അതായത് നമ്മൾ റിയാക്ടൻസിൻ്റെ ആ ഒരു മിക്സിംഗ് ടൈമിനേക്കാളിലും കൂടുതലായിട്ട് റിയാക്ഷൻ്റെ റേറ്റ് വരുമ്പോഴാണ് എന്ത് പറയുക, റിയാക്ഷൻസ് നമ്മൾ ഫാസ്റ്റ് ആണ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫാസ്റ്റ് റിയാക്ഷൻസിൻ്റെ കൈനറ്റിക്സ് നമ്മൾക്ക് പഠിക്കുക എന്നുള്ളത് വെരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ കൺവീനിയൻറ്റ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്തിട്ട് എന്തായാലും ഫാസ്റ്റ് റിയാക്ഷൻസിൻ്റെ കൈനറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ മെത്തേഡ്സ് ഉണ്ട്. അതിൽ വരുന്ന മെത്തേഡ്സ് ആണ് 2-3 അതിൽ പറഞ്ഞിട്ടുള്ളത്. റിലാക്സേഷൻ മെത്തേഡ്, ഫ്ലോ മെത്തേഡ്, അൾട്രാസോണിക് ആൻഡ് റെസൊണൻസ് ടെക്നിക്സ്. ഇനി റിലാക്സേഷൻ മെത്തേഡാണ് നമ്മളിതിൽ മെയിനായിട്ട് നോക്കുന്നത്. റിലാക്സേഷൻ മെത്തേഡ് എന്ന് പറയുമ്പം ഇപ്പം നമ്മളൊരു റിയാക്ഷൻ്റെ ഇക്ലൂബ്രിയത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് പെർട്യൂബ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു പെർട്യൂബ്രേഷൻ നടത്തിയിട്ട് ആ ഇക്ലൂബ്രിയത്തിനെ ചേഞ്ച് ചെയ്തിട്ട് അതുവഴി റേറ്റ് കോൺസ്റ്റൻറ്റ് മെഷർ ചെയ്യുന്ന രീതിയാണ് റിലാക്സേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ ആ പെർട്യൂബ്രേഷൻ നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ പെർട്യൂബ്രേഷൻ നടത്താൻ പറ്റും. സ്മോൾ പെർട്യൂബ്രേഷൻ മെത്തേഡ് ഉണ്ട്. ആ ഒരു രീതിയിൽ വരുന്നതാണ് ടെമ്പറേച്ചർ ജമ്പ് മെത്തേഡ് ആൻഡ് പ്രഷർ ജമ്പ് മെത്തേഡ്. അതാണ് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. പിന്നെ ലാർജ് പെർട്യൂബ്രേഷൻ മെത്തേഡ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഷോക്ക് ട്യൂബ് മെത്തേഡ് ആൻഡ് ഫ്ലാഷ് ഫോട്ടോളിസിസ്. പീരിയോഡിക് പെർട്യൂബ്രേഷൻ മെത്തേഡ് ഉണ്ട്. അതിൽ വരുന്നതാണ് അൾട്രാസോണിക് മെത്തേഡ്. ഒക്കെ ഇതിൽ മെയിനായിട്ട് നമ്മൾ സ്മോൾ പെർട്യൂബ്രേഷൻ മെത്തേഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ജമ്പ് മെത്തേഡും പ്രഷർ ജമ്പ് മെത്തേഡുമാണ് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും റിലാക്സേഷൻ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ ഇക്ലൂബ്രിയത്തിന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പെർട്യൂബ്രേഷൻ നടത്തുകയാണ്. ഒരു റാപ്പിഡ് ചേഞ്ച് ഇൻ വൺ ഓഫ് ദി ഫിസിക്കൽ പാരാമീറ്റർ ലൈക്ക് എന്താണ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറിലോ പ്രഷറിലോ നമ്മൾ വേരിയേഷൻ നടത്തിയിട്ട് ഇക്ലൂബ്രിയത്തിനെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് ആ ഒരു ഇക്ലൂബ്രിയത്തിലോട്ട് തന്നെ അത് വരുമ്പോൾ ആ ഒരു ടൈം, ആ ഒരു റിലാക്സേഷൻ ടൈം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ആ ഒരു ടൈം ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, കൈനറ്റിക്സ് സ്റ്റഡി ചെയ്യുന്നത്. ഇനി ഈ റിലാക്സേഷന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെക്ട്രോമീറ്ററും അതേപോലെ തന്നെ കണ്ടക്ടിവിറ്റി മീറ്ററൊക്കെ അല്ലെങ്കിൽ അതുപോലത്തുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഫർദർ അതിൻ്റെ സ്റ്റഡി നടത്തുന്നത്. ഇനി ആ ഒരു റിലാക്സേഷൻ, ആ ഒരു റിയാക്ഷൻ റിലാക്സ് ചെയ്യുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അത് നമ്മൾ ടെമ്പറേച്ചർ ജമ്പ് മെത്തേഡോ അല്ലെങ്കിൽ പ്രഷർ ജമ്പ് മെത്തേഡോ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലാക്സേഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഈ ടെമ്പറേച്ചർ ജമ്പ് മെത്തേഡ് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള അപ്പാരറ്റസ് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ടെമ്പറേച്ചർ ജമ്പ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്, ഒരു സ്മോൾ ടൈം ഇൻ്റർവെല്ലിൽ ഹൈ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലോട്ട് നമ്മൾ അതിനെ റൈസ് ചെയ്തിട്ട് തിരിച്ച് ബാക്കിലോട്ട് ആ ടെമ്പറേച്ചറിനെ താഴ്ത്തി കൊണ്ടുവരുമ്പം അവിടെ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. ഇക്ലൂബ്രിയത്തിൽ വേരിയേഷൻ വരും. കാരണം നമുക്കറിയാം ലെ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ട് ഇക്ലൂബ്രിയത്തിൽ ചേഞ്ച് വരും, കോൺസെൻട്രേഷനിൽ വേരിയേഷൻ വരും. അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷനിലുള്ള ചേഞ്ചിൻ്റെയൊക്കെ സ്റ്റഡി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിലാക്സേഷൻ ടൈം അതുവഴി റേറ്റ് കോൺസ്റ്റൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലെന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മളുടെ അപ്പാരറ്റസ്. ഈ അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ജമ്പ് മെത്തേഡ് ഈ അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇവിടെ ഒരു ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ ഉണ്ട്. അതേപോലെ തന്നെ ഒരു കപ്പാസിറ്റർ, ഈ സി എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ കപ്പാസിറ്റർ. അതേപോലെ തന്നെ ഒരു സ്പാർക്ക് ഗ്യാപ്പ് ജി അതിവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റ് സോഴ്സ് ആൻഡ് മോണോക്രോമാറ്റർ, ഒരു ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് സോഴ്സ് ഉണ്ട്. സെല്ലുണ്ട്. ഇത്
ഒരു ഫോട്ടോ ഡിറ്റക്ടർ ആണ്. അതായത് അതിനതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് അഥവാ PMT, ദെൻ ഓസിലോസ്കോപ്പ്. ഇവിടെ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ ചാർജ് ആവും. കപ്പാസിറ്റർ ചാർജ് ആയി കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കറണ്ടിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിൽ എത്തുന്ന സമയത്ത് ഈ G എന്ന ഈ ഗ്യാപ്പ് എന്താവും, ബ്രേക്ക് ആവും. അപ്പോൾ ഇത് ബ്രേക്ക് ആവുന്ന സമയത്ത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവും. ഡിസ്ചാർജ് ആകുന്ന സമയത്താണ് ഇതിലൂടെ ഹൈ കറണ്ട് സപ്ലൈ ആവുന്നത്. അപ്പോൾ ഈ ഒരു ഹൈ കറണ്ട് സപ്ലൈ ആവുന്ന സമയത്ത് ഇതിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ റൈസ് ആവും. ടെമ്പറേച്ചർ റൈസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു കാരണം കറണ്ട് പാസ് ചെയ്യുമ്പം ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരും. ആ വേരിയേഷൻ എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ഇൻ ഫ്യൂ മൈക്രോ സെക്കൻഡ്സ്. ചെറിയൊരു സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ റൈസ് ഉണ്ടാവും. ആ റൈസ് കാരണം ഈ ഒരു സോഴ്സിൽ നിന്നും ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു സെല്ല് വഴി ഈ PM ട്യൂബിലെത്തും. PM ട്യൂബിൽ നിന്നും നമുക്ക് ഓസിലോസ്കോപ്പ് വഴി ഇതിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ഓസിലോസ്കോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വേരിയേഷൻ ഓഫ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈമിൻ്റെ ഒരു കർവ് കിട്ടും. കാരണം ടെമ്പറേച്ചറിൽ വേരിയേഷൻ വന്നു. ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുന്ന സമയത്ത് എന്തായാലും കോൺസെൻട്രേഷനിൽ വേരിയേഷൻ വരും. അപ്പോൾ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈമിൻ്റെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു കർവ് നമുക്ക് ഓസിലോസ്കോപ്പ് വഴി കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള റിലാക്സേഷൻ ടൈം ആൻഡ് അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ dx/dt എന്ത് വരും, K1 × A-x മൈനസ് K-1 × x. കാരണം K-1 ഇങ്ങോട്ടുള്ള റിയാക്ഷൻ്റെ റേറ്റ് ആണ്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ എക്സ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം SSA വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ദെൻ അറ്റ് ഇക്വിലിബ്രിയം ഇതെന്താണ്, ഈക്വൽ ടു 0 ആണ്. അപ്പം നമുക്ക് അതിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, റീഅറേഞ്ച് ചെയ്തിട്ട് K1 × A-xe എന്ന് പറയാൻ കാരണം എക്സ് പിന്നെ ഇക്വിലിബ്രിയത്തിൽ പറയുമ്പോൾ അവിടെ ആ ഇക്വിലിബ്രിയത്തിൻ്റെ ഇയും കൂടി ഒന്ന് കൊടുത്തതാണ്. K1 × A-xe ഈക്വൽസ് K-1 × xe. ദെൻ ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ള ആ ഒരു ഡീവിയേഷൻ എക്സിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു കോൺസെൻട്രേഷൻ എന്നുള്ളത് കാണിക്കാനാണ് Δx. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ബിയുടെ കോൺസെൻട്രേഷൻ എക്സ് മൈനസ് ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ. സോ എക്സ് മൈനസ് xe ആണ് എന്ത്, Δx എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഇതിൽ നമുക്ക് എക്സ് എന്ത് കിട്ടും, Δx + xe എന്ന് വരും. ഇനി Δxൻ്റെ ഡീവിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എത്ര ഉണ്ട് നോക്കുമ്പോൾ ഈ ഒരു ഡെറിവേറ്റീവ് ഓഫ് Δx/dt ഇത് നമുക്ക് നേരത്തെ കിട്ടിയതാണ്. ഈ ഒരു K1 × A-x മൈനസ് K-1 × x. ഇവിടെ നമുക്കറിയാം എക്സ് പ്ലസ് എക്സിന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് പ്ലസ് Δx + xe എന്ന് കൊടുത്തൂടെ. എക്സ് ഈക്വൽ എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഈ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് ഇക്വേഷൻ 5 നമുക്ക് കിട്ടും. K1 × A- Δx - xe. കാരണം ഇവിടെ മൈനസ് ആണ്, അപ്പോൾ ആ മൈനസ് ഇവിടെ വരും. മൈനസ് K-1 × x എന്താണ്, Δx + xe. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. K1 × A മൈനസ് K1 × Δx മൈനസ് K1 × xe മൈനസ് K-1 × Δx + K-1 × xe. ഇനി നമ്മൾ K1നെ മാത്രം ഔട്ട്സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ഈ K1ഉം ഈ K1നെ എടുത്തു കഴിഞ്ഞാൽ A-xe ഉള്ളിലുണ്ടാവും. ദെൻ K1 × Δx മൈനസ് K-1 × Δx മൈനസ് K-1 × xe. ബാക്കി അതിലുണ്ടാവും. സോ Δx/Δt അതായത് ഡീവിയേഷൻ ഫ്രം എക്സ് നമുക്ക് എന്ത് കിട്ടും, വിത്ത് റെസ്പെക്ട് ടു ടൈം ഈ ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റും. നമുക്കറിയാം K1 × A-xe ഈക്വൽ K-1 × xe നമ്മൾ മുമ്പേ പറഞ്ഞു വെച്ചതാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഈ K1 × A-xe നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ K-1 xe എന്ന് എഴുതിയിട്ട് റിപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് Δxന് ഔട്ട്സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ മൈനസ് Δxന് ഔട്ട്സൈഡിൽ എടുത്താൽ ബാക്കി K1 × K1 + K-1 ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു എക്സ്പ്രഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റും. കാരണം K1 + K-1 ടോട്ടൽ നമ്മൾ എന്ത് ചെയ്തു, റേറ്റ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എടുത്തു, റിലാക്സേഷൻ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് KR എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ KR ആണ് ഇവിടെ എന്ത്, K1 + K-1 എന്ന് പറയുന്നത്.
ഇനി എന്താണ് ഈ റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റിലാക്സേഷൻ കോൺസ്റ്റൻറ്റ്. ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു റിലാക്സേഷൻ കോൺസ്റ്റൻറ്റ് അഥവാ KRൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ റിലാക്സേഷൻ ടൈം കിട്ടും. അതാണ് ഈ കൊടുത്തിട്ടുള്ളത് 1/KR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/K1 + K-1. ഇനി നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു സംഭവമുള്ള ഇക്വേഷൻ നമ്മുടെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്നു. അതിലിത് കൊടുത്തു കഴിഞ്ഞാൽ -KR dt എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, x0 മുതൽ Δx വരെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ടൈം 0 to t വരെ ടൈമിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലോട്ട് നമുക്ക് വരും. ഇനി ലോഗിനെ കളയണമെന്നുണ്ടെങ്കിൽ e⁻−KR × t എന്ന് കൊടുത്താൽ മതി. അപ്പോൾ Δx എന്ത് കിട്ടി, Δx0 e⁻−KR × t എന്ന് കിട്ടി. ഈ Δx എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എത്രത്തോളം ആ കോൺസെൻട്രേഷനിൽ ഡീവിയേഷൻ വന്നു എന്നുള്ളതാണ്. അത് നമുക്ക് Δxൻ്റെ എക്സ്പ്രഷൻ കിട്ടും. അതേപോലെ തന്നെ KRന് നമുക്ക് ഓൾറെഡി ഇവിടെ എക്സ്പ്രഷൻ റിലാക്സേഷൻ ടൈമിന് നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ കിട്ടിയതാണ് 1/K1 + K-1 എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ജമ്പും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈമും റേറ്റ് കോൺസ്റ്റൻറ്റും കണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ഡെറിവേഷനാണ് പറഞ്ഞത്. ഇനി റിലാക്സേഷൻ ബൈ പ്രഷർ ജമ്പ് മെത്തേഡ്. അപ്പോൾ ടെമ്പറേച്ചർ ജമ്പ് മെത്തേഡ് പറഞ്ഞു. നെക്സ്റ്റ് പ്രഷർ ജമ്പ് മെത്തേഡാണ്. പ്രഷർ ജമ്പ് മെത്തേഡിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വേരിയേഷൻ വരുത്തുന്നത് എന്തിലാണ്, പ്രഷറിലാണ്. നമ്മളൊരു സ്മോൾ ടൈം ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നല്ല ഹൈ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പ്രഷറിൽ വേരിയേഷൻ വരുത്തുമ്പോൾ നമുക്ക് എന്തറിയാം, വോളിയത്തിൽ ചേഞ്ച് വരും. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും, വാൻ ഹോഫ് ഇക്വേഷൻ. കാരണം റേറ്റ് കോൺസ്റ്റൻറ്റിനെയും പ്രഷറിനെയും വോളിയത്തിനേക്ക് കണക്ട് ചെയ്തിട്ട് വാൻ ഹോഫിൻ്റെ ഇക്വേഷൻ ഉണ്ട്. dlnk/dp at constant temperature - d ΔV0 ഡിവൈഡഡ് ബൈ RT, ചേഞ്ച് ഇൻ വോളിയം ബൈ ദി അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ആണ് ΔV0 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സഡൻ ചേഞ്ച് ഇൻ പ്രഷർ എന്ത് ചെയ്യും, കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കും. ആ ഒരു ഷിഫ്റ്റ് വഴി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫാസ്റ്റ് റിയാക്ഷൻസിൻ്റെ സ്റ്റഡി നമുക്ക് അവിടെ നടത്താൻ പറ്റും. ഇനി ഇതിൻ്റെ അപ്പാരറ്റസ് ഉണ്ട് ഇവിടെ. ഈ അപ്പാരറ്റസിൽ പറയുന്നത് ഇതാണ് നമ്മളുടെ ഈ പ്രഷർ ജമ്പ് മെത്തേഡിനുള്ള അപ്പാരറ്റസ്. ഇതിൽ പറയുന്നത് നമുക്ക് ഏത് സൊല്യൂഷൻ്റെ സ്റ്റഡിയാണോ നമ്മൾ നടത്തേണ്ടത് അതിന് നമ്മളൊരു ജാറിലെടുക്കും. ആ ജാർ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഒരു പ്രഷർ ചാമ്പറിലാണ്. ഈ പ്രഷർ ചാമ്പർ ഫില്ല് ചെയ്തിട്ടുള്ളത് ഇനേർട്ട് ഗ്യാസ് ആണ്. സൈലീനൊക്കെ പോലുള്ള ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുള്ളൊരു പ്രഷർ ചാമ്പറാണ്. ഇതൊരു പ്രഷർ ഗേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ കാരണം നമുക്ക് പ്രഷർ വേരിയേഷൻ നടത്തണം. അപ്പോൾ പ്രഷർ വേരിയേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അതായിട്ടൊരു പ്രഷർ ഗേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്രഷർ ഈസ് ആദ്യം നമ്മൾ ചെയ്യുന്നത് എക്സ്പീരിമെൻ്റൽ സെല്ല് നമ്മൾ ഒരു ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ആദ്യം പ്രഷർ ഈസ് അബൌട്ട് 65 അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ സെറ്റ് ചെയ്തു. ദെൻ ഈ പ്രഷർ റെഡ്യൂസ്ഡ് ടു 1 atmosphere about 10⁻⁻⁴ സെക്കൻഡ്. അത്രയും ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രഷറിനെ നമ്മൾ കുറച്ചിട്ട് കൊണ്ടുവരണം. ഈ ഒരു സഡൻ ഡ്രോപ്പ് ഓഫ് പ്രഷർ എന്ത് ചെയ്യും, ഒരു ന്യൂ ഇക്വിലിബ്രിയത്തിലോട്ട് സാമ്പിളിനെ എത്തിക്കും. വിച്ച് ഈസ് ഫോളോഡ് ബൈ മെഷറിംഗ് ദ ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ്. ഇവിടെ ഒരു മീറ്റർ കണ്ടക്ടിവിറ്റി ബ്രിഡ്ജ് ഉണ്ട്. ആ ഒരു ബ്രിഡ്ജ് അഥവാ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പ്രഷർ ജമ്പ് മെത്തേഡ്. അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ റിയാക്ഷനെ സ്റ്റഡി നടത്തുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അടുത്തത് മോളിക്കുലാർ ബീംസ് ആണ്. ഈ മോളിക്കുലാർ ബീംസും ഒരു ഫാസ്റ്റ് റിയാക്ഷൻസിൻ്റെ കൈനറ്റിക്സ് സ്റ്റഡി ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് മോളിക്കുലാർ ബീംസ്. അതിൻ്റെ അപ്പാരറ്റസ് ഇതാണ്. മോളിക്കുലാർ ബീമിൻ്റെ 2 സോഴ്സ് ഉണ്ടാകും. അതിന് നമ്മൾ 90 ഡിഗ്രി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ എനർജിയിലും ഒരു പെർട്ടിക്കുലർ എനർജിയിലും അതേപോലെ തന്നെ സ്പീഡിലും വന്നിട്ട് ഇവിടെ ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ഇവർ കൊളൈഡ് ചെയ്യുമ്പോൾ അതിൽ ചില മോളിക്യൂൾസ് എന്താണ് സ്കാറ്റർ ചെയ്യും അല്ലേ, കൊളീഷൻ്റെ കാരണമായിട്ട് സ്കാറ്റർ ചെയ്യും. ആ സ്കാറ്റേർഡ് മോളിക്യൂൾസിനെ ഇവിടെ വെച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജി അതേപോലെ തന്നെ അവരുടെ വെലോസിറ്റി ഏത് റേറ്റിലാണ് ഇവർ വന്നിട്ട് കൊളൈഡ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ഈ ഒരു മോളിക്കുലാർ ബീമിലൂടെ ടെക്നിക്സിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ മെയിനായിട്ടും നമ്മൾ ഈ സ്കാറ്റേർഡ് ഡിറ്റക്ടറാണ് അതിൽ പറയുന്നത്. ആ ഡിറ്റക്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും,
പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ എന്തായാലും കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ആ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഡിറ്റക്ടർ വഴി കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാസ് സ്പെക്ട്രോമീറ്റർ ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വെലോസിറ്റി, അതിൻ്റെ ഡയറക്ഷൻ, ഏത് എനർജിയിലാണ് അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത്, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത്രയാണ്.